ഭൗതികമായ ആത്മീയമായ എല്ലാ വിഷയങ്ങൾക്കും ദൈവിക മറുപടി കണ്ട് ഹല്ലേലൂയ പുതുവർഷത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കരമുയർത്തി സ്തോത്രം ചെയ്യാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലോചന നാം കൊണ്ട് കേട്ട് കഴിഞ്ഞു. ഇങ്ങനെ അല്പസമയം കൂടെ നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് ഒന്ന് രണ്ട് ഭാഗം കൂടെ ചിന്തിച്ച് പ്രാർത്ഥിച്ചൊരുമിച്ച് ആരാധിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി കടന്നു പോകുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. ആവർത്തന പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം പ്രാരംഭമായി നമുക്ക് വായിക്കാം. ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ സ്നേഹിക്കുകയും നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന എന്റെ കൽപ്പനകൾ ജാഗ്രതയോടെ അനുസരിച്ചാൽ ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടുന്ന മുൻമഴയും പിന്മഴയും പെയ്യിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ജാഗ്രതയോടെ അനുസരിച്ചാൽ ഒരു പദം കിടക്കണം അല്ലേ? പ്രൈസ് ദി ലോർഡ്. ധാന്യവും വീഞ്ഞും എണ്ണയും നിങ്ങൾക്ക് ഞാൻ നൽകും, മുൻമഴയും പിന്മഴയും ഞാൻ നിങ്ങൾക്ക് പെയ്യിക്കും. പക്ഷെ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്നേഹിക്കണം, പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം, പൂർണ്ണ മനസ്സോടെ അവനെ സേവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2026 നാം പ്രവേശിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. 2025 നമ്മൾ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. നടപ്പാകാത്ത തീരുമാനങ്ങൾ ഇപ്പോഴും ഉണ്ട്. വീണ്ടും ഒരു അടുത്ത വർഷങ്ങളുടെ കർത്താവ് നമുക്ക് നൽകുകയാണ്. ഹല്ലേലൂയ. പ്രാരംഭമായി പരിശുദ്ധാത്മാവ് പറയുന്നു, നീ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ സേവിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, പൂർണ്ണ മനസ്സോടെ നീ ആരാധിച്ചാൽ, പൂർണ്ണ ഹൃദയം പൂർണ്ണ മനസ്സ് അല്ലേ? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ജാഗ്രതയോടെ നീ എന്നെ അനുസരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയും പെയ്യിക്കും. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിലെ ജനത്തെ ഫലസ്തീനിലുള്ള ജനങ്ങളോട് ചോദിച്ചാൽ അവർക്കറിയാം, ഹല്ലേലൂയ, അവരുടെ കൊയ്ത്ത് ഉത്സവം ഉണ്ടാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഫലം വെളിപ്പെടുന്നതിന് മുമ്പ് അവർക്ക് 2 മഴ അവർക്ക് പ്രാരംഭമായി ലഭിക്കും. 1 മുൻമഴ അവർക്ക് ലഭിക്കും, 2 പിന്മഴ ലഭിക്കും. എന്നാൽ ഈ വേദഭാഗങ്ങൾ നാം ധ്യാനിക്കുമ്പോൾ വേദപുസ്തകത്തിൽ മറ്റു ചില ഭാഗങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചും മഴ എന്നുള്ള പദം പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധാത്മാവിനെ വ്യത്യസ്തമായ രൂപങ്ങളോട് സാദൃശ്യപ്പെടുത്തി ദൈവത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. പ്രാവെന്ന രൂപത്തിൽ കർത്താവിന്റെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ്. ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുക, എണ്ണയോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്ന രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാൻ പ്രവാചകന്മാർക്ക് ദൈവം പകർന്നു കൊടുത്തത് കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക എന്ന് കൽപ്പിച്ച് എണ്ണ കൊണ്ടുള്ള അഭിഷേകം ദൈവത്തിൽ കാണാൻ കഴിയും. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന എണ്ണ, പ്രാവ്, നദി പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നതാണ് അല്ലെ? ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് പുറപ്പെട്ടൊഴുകുന്ന ഒരു നദിയെ കുറിച്ച് എഹെസ്കേൽ പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. നദി പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു, മഴ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അല്ലെ? നമുക്ക് ചേർന്ന് കാണാറുണ്ട് അല്ലെ? നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവെ എന്ത് നൽകണം? പിന്മഴ കൂടെ ഞങ്ങൾക്ക് നൽകണം. അപ്പൊ ഒരു മുൻമഴ പെയ്തു അല്ലേ? മുൻമഴ പെയ്തു. ആ മുൻമഴ മാത്രം പോലെ കർത്താവേ ഒരു പിന്മഴ കൂടെ ഞങ്ങൾക്ക് തന്നുകൊണ്ടേ ഇരിക്കണം എന്നുള്ളൊരു പ്രാർത്ഥന, ഒരു പാട്ട് നമ്മൾ പാടി കർത്താവിനെ ആരാധിക്കാറുണ്ട്. അപ്പോൾ മഴ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും കാണിക്കുന്ന ഭാഗങ്ങളാണെന്ന് ദൈവത്തിന് മനസ്സിലാക്കുവാൻ കഴിയും. ശ്രദ്ധിക്കുക. അപ്പോൾ കർത്താവ് ഒരു മുൻമഴ നൽകുവാൻ ശക്തിയുള്ളവനാണ്. ഒരു മുൻമഴ ഒരിക്കലായി വെളിപ്പെട്ടല്ലേ? പിതാവിനോടുള്ള സമത്വത്തിലിരുന്ന പരിശുദ്ധാത്മാവാകുന്ന ദൈവം കർത്താവ് ഉയരത്തിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ കർത്താവോട് പറയുന്നുണ്ട്, ഞാൻ പോകുന്നു, നിങ്ങൾക്ക് പ്രയോജനം. മൂന്നാമനായ ഒരുവൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാൻ പോകുന്നു. നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്, നിങ്ങൾ പ്രാർത്ഥനയ്ക്കായി കൂടി വരിക. മർക്കോസിന്റെ വാണികയിൽ 120 ശിഷ്യന്മാർ, മറിയ ഉൾപ്പെടുന്ന ഒരു ശിഷ്യഗണം പ്രാർത്ഥനയോടെ ആയിരുന്നു. നമുക്കറിയാം, ആ ഭാഗം നാം ചിന്തിച്ചതാ അല്ലേ? അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ അവർക്ക് ദൃശ്യമായി ഇടവൽ പതിഞ്ഞ് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആ വീടിനെ അത് നിറച്ചു. പരിശുദ്ധാത്മാവിന്റെ ആഗമനം ഉണ്ടായി. ഒരു മുൻമഴ സംഭവിച്ചു. മുൻമഴയിൽ മാത്രം തൃപ്തിപ്പെടാതെ വീണ്ടും പരിശുദ്ധാത്മാവിൽ നിറയണമെന്ന്, പിന്മഴ കൂടെ ആഗ്രഹിക്കണമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ ചില ഭാഗങ്ങൾ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ പിന്മഴ കൊണ്ടും
അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കി. നമുക്കറിയാവുന്ന ഭാഗങ്ങളാണ്. കൊരിന്ത്യ സഭയുടെ സ്ഥാപനം അല്ലെങ്കിൽ കൊരിന്ത്യ സഭയ്ക്ക് അടിസ്ഥാനമിട്ടത് പൗലോസ് അപ്പോസ്തലനാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലനേക്കാളും ശുശ്രൂഷയിൽ അധികമായി അവിടെ പ്രയോജനപ്പെടുത്തപ്പെട്ടതും വചനം ശക്തമായി ശുശ്രൂഷിച്ചതും വചനത്തിൽ അവരെ നിറച്ചതും അപ്പൊല്ലോസ് ആകുന്നു എന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നട്ടത് അല്ലെങ്കിൽ സ്ഥാപിച്ചത് പൗലോസ് അപ്പോസ്തലനാണെങ്കിൽ അവർക്ക് ആവശ്യമാകുന്ന ആത്മീക ദൂതുകളും ആലോചനകളും തന്ന് അവരെ ഉറപ്പിച്ചത് അപ്പൊല്ലോസ് ആകുന്നു എന്ന് കാണാൻ കഴിയുന്നു. അവിടെ രണ്ട് പക്ഷക്കാരൊക്കെ ഉണ്ടായി. അപ്പൊല്ലോസിന്റെ പക്ഷക്കാർ, കേഫാവിന്റെ പക്ഷക്കാർ, പൗലോസിന്റെ പക്ഷക്കാരൊക്കെ കൊരിന്ത്യ സഭയ്ക്കകത്ത് വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാനാണ് നട്ടത്, ഹല്ലേലൂയ, നടുവാൻ ദൈവം എന്നെയാണ് ആക്കിയത്. എന്നാൽ നനച്ചത് അപ്പൊല്ലോസാണ്, ഹല്ലേലൂയ. എന്നാൽ നട്ട ഞാനും നനച്ച അപ്പൊല്ലോസും ഏതുമില്ല. പ്രൈസ് ഗോഡ്. വളരുമാറാക്കിയ ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയെ വളരുമാറാക്കുന്നത് പരിശുദ്ധാത്മാവാകുന്നു. എത്ര സന്തോഷമുണ്ട് കേൾക്കുമ്പോൾ. വളരുമാറാക്കുന്നത് ദൈവമാകുന്നു. ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ അഭിഷക്തനായ വാസ്തവമല്ല, സഹശുശ്രൂഷകരുമല്ല, മറ്റാരെങ്കിലുമല്ല. വളരുമാർ നമ്മളൊക്കെ നിൽക്കുന്നതേ ഉള്ളൂ. വളരുമാറാക്കുന്നത് ദൈവമാണ്. എത്ര വിശ്വസിക്കുന്നുണ്ട്? 2025 നമ്മെ ഇത്രയും വളർത്തിയ ദൈവം 2026 നമ്മെ അധികമായി ഫലം കായ്ക്കുവാൻ അനുവദിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഒരു കരം പിടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയാൽ വളരുമാറാക്കുന്ന ദൈവം നടുന്നവനും നനയ്ക്കുന്നവനും മാറി നിൽക്കട്ടെ. ഒരു പേരും ഇവിടെ ഉയരണ്ട. വളരുമാറാക്കുന്ന സർവശക്തനായ ദൈവം ഇത് രാത്രി വിശ്വസിച്ച ഏറ്റെടുത്താട്ട് ദൈവസഭയെ വളർത്തുന്ന, കുടുംബങ്ങളെ വളർത്തുന്ന, നിന്റെ വ്യക്തിപരമായ വിഷയങ്ങളിൽ ദൈവിക ചലനമയക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് വേണ്ടി അധ്വാനിച്ചാൽ, ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ദൈവസഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്നാൽ നിനക്കൊരു കൂലി ഉണ്ട്. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നീ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്ത് അതിന് മറുപടി ഉണ്ട്. ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് അതിന് മറുപടി ഉണ്ട്. നീ ഒന്ന് പായ വിരിച്ചാൽ അതിന് മറുപടി ഉണ്ട്. നീ സ്പീക്കർ എടുത്ത് വെച്ചാൽ അതിന് മറുപടി ഉണ്ട്. നീ പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നതിന് അതിന് മറുപടി ഉണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? അവൻ നമ്മെ ആരാധനായി വിടുന്ന ദൈവമല്ല. അവൻ നമ്മെ ആരാധനായി വിടുന്ന ദൈവമല്ല.
ലഭിച്ചുള്ളതെങ്കിലും അതിന് പകരം നൽകുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി ഒന്ന് വിശ്വസിക്കാമോ? അടഞ്ഞ വഴികളെ നിനക്ക് വേണ്ടി തുറക്കുന്ന ഹല്ലേലൂയ, പ്രൈസ് അന്നയുടെ അടഞ്ഞ ഗർഭപാത്രത്തെ തുറന്ന് ശമൂവേൽ ഉൾപ്പെടെയുള്ള ഹല്ലേലൂയ കരങ്ങളാണ് നൽകിയ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി അടയ്ക്കപ്പെട്ട മണ്ഡലം പരിശുദ്ധാത്മാവ് തുറന്നുവരട്ടെ, പരിശുദ്ധാത്മാവ് തുറന്നുവരട്ടെ. ആ ജോലി അടഞ്ഞുപോയെങ്കിൽ, ആ ഹല്ലേലൂയ ശുശ്രൂഷ അടഞ്ഞുപോയെങ്കിൽ, ആ ഗർഭപാത്രം അടഞ്ഞുപോയെങ്കിൽ, ആ സാഹചര്യം അടഞ്ഞുപോയെങ്കിൽ ഇന്ന് രാത്രി തുറക്കുന്നൊരു ദൈവം. കഴിഞ്ഞ ദിവസം കേട്ടു ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടത് ഒരു കിഴക്കൻ കാറ്റുകൊണ്ടാണെങ്കിൽ ആ കിഴക്കൻ കാറ്റിന്റെ പിന്നിൽ വ്യാപരിച്ചത് ദൈവത്തിന്റെ മൂക്കിലെ ശ്വാസമാണ്. അവർ മൂക്കിലെ ശ്വാസപ്പോൾ പ്രവാഹങ്ങളെ ഉറ്റുകൊണ്ടുള്ള ദൈവം. അടുത്ത വാക്യം ശ്രദ്ധിച്ചേ, ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. Praise the Lord. Hallelujah. പിശാചേ, ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ്. Hallelujah. ഞങ്ങൾ ദൈവത്തോടൊപ്പം അധ്വാനിക്കുന്നവരാണ്. ഞങ്ങൾ ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരല്ല. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ്. ദൈവം ഈ പട്ടണത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ദൈവം ഈ സഭയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ദൈവം ഈ കുടുംബങ്ങളുടെ അകത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടമായി കൂട്ടുവേലക്കാരാണ്. We are partners. ഇന്ന് രാത്രി വിശ്വസിക്കട്ടെ, നിനക്ക് partnership ഉള്ളത് ഒരു സാധാരണ മനുഷ്യനല്ല. ഓ സർവശക്തനായ ദൈവം. Power, 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 power. അധികാരത്തെ സൃഷ്ടിച്ചവൻ, ഭൂമി പാർപ്പിടമായിരിക്കുന്നവൻ, സ്വയം സിംഹാസനമായിരിക്കുന്നവൻ, ഓ ഊരാതകനാതകന, ആകാശം ചായ്ച്ചിറങ്ങി വരുന്നവൻ, ഓ രേഖകളുടെ തീങ്കൽ വെളുവിലുന്നത് പോലെ, തീങ്കൽ ചുള്ളികത്തുന്നത് പോലെ, ആകാശം ചായ്ച്ചിറങ്ങി വരുന്ന ഒരുവനുമായിട്ടാണ് നിനക്ക് പാർട്ട്ണർഷിപ്പ് ഉള്ളത്. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരനാ. Praise the Lord. നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് ചേർന്നാ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. നീ ദൈവസഭയ്ക്കോട് പ്രാർത്ഥിക്കുമ്പോൾ, നീ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നീ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാ, ദൈവത്തിന്റെ ഇഷ്ടത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാ. ഹല്ലേലൂയ. നിനക്ക് ഒരു കമ്പാനിയൻ ഉണ്ട്, നിനക്കൊരു പാർട്ട്ണർ ഉണ്ട്. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. ഇനി ദൈവസഭയെ കുറിച്ച് പറയുക, നിങ്ങളാണ് ദൈവത്തിന്റെ കൃഷി. Praise the Lord. ശുശ്രൂഷിക്കുന്നവർ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, പൗലോസ് അപ്പോസ്തലൻ ചില ഭാഗങ്ങളിൽ ഒരു കെട്ടിടം പണിയോട് ദൈവസഭയെ ഉപമിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, കൃഷിയോട് ദൈവസഭയെ ഉപമിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രഹനിർമ്മാണം എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ ഗ്രഹനിർമ്മാണത്തോട് ഹല്ലേലൂയ ഉപമിച്ചിട്ടുണ്ട്. നാം ഒരു കൃഷിയാണ്. ഹല്ലേലൂയ, ഞാൻ ദൈവത്തിന്റെ കൃഷിയാണെങ്കിൽ നമുക്ക് ഒരു മുൻമഴയും പിന്മഴയും വേണം. കൃഷി വളരണമെങ്കിൽ ഹല്ലേലൂയ വിതച്ചാൽ മാത്രം പോരാ. കൃഷി വളരണമെങ്കിൽ അത് മുഴവിയാൽ മാത്രം പോരാ. കൃഷി വളരണമെങ്കിൽ ഒരു മഴ പെയ്യണം. Praise the Lord. ബുദ്ധിയുടെ മഴവുണ്ടോ? ഹല്ലേലൂയ. വിദ്യാഭ്യാസത്തിന്റെ മഴവുണ്ടോ? ദൈവസഭ വർദ്ധിക്കപ്പെടത്തില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ മഴ ഇതിനകത്ത് പെയ്തറിയാം. വിശുദ്ധിയാകുന്നു, വിശുദ്ധിയാകുന്നു. 2024
68:9. ദൈവമേ ധാരാളം മഴ പെയ്ച്ച് ക്ഷീണിച്ചിരുന്നതിന്റെ അവകാശത്തെ തണുപ്പിച്ചു. ഹല്ലേലൂയ. 2025 ഹല്ലേലൂയ ന്യൂ ഇയർ മീറ്റിംഗ് നമ്മൾ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞവരല്ലേ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അകത്ത് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ദൈവത്തോടുള്ള ബന്ധത്തെ കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ എഴുന്നേറ്റ് പറഞ്ഞു 2024 ഞങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടാൻ കഴിഞ്ഞില്ല. എന്നാൽ 2025 തരുന്നെങ്കിൽ ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കും. പ്രൈസ് ദി ലോർഡ്. 2026 അതിലേക്ക് പ്രവേശിക്കുമ്പോൾ അതേ സാക്ഷ്യമാണോ നമ്മുടെ അകത്ത് വെളിപ്പെടണമെന്ന് ചിന്തിക്കണം. ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമുക്ക് എല്ലാവർക്കും സാക്ഷ്യം പറയാനുള്ള സമയമുണ്ട്, എല്ലാവർക്കും ടൈമുണ്ട്, നമുക്ക് ആവശ്യത്തിന് സമയമുണ്ട്. ഞാൻ പക്ഷെ ചിന്തിക്കുകയായിരുന്നു, നമുക്ക് എല്ലാവരും കൂടെ എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ടുപാടി ഒരു സാക്ഷ്യം പറഞ്ഞാൽ മതിയായിരിക്കും. കാരണം എല്ലാവരുടെയും സാക്ഷ്യം ഒന്നേ ഉള്ളൂ. കർത്താവ് നടത്തി, കർത്താവ് വല്ലഭനായിരുന്നു, കർത്താവ് അനുഗ്രഹിച്ചു. പുതുവർഷം ദൈവം എനിക്ക് തരുന്നെങ്കിൽ 2025 എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ 2026 എനിക്ക് തരുന്നെങ്കിൽ ഇതല്ലേ, അങ്ങനെ ആയി തീരരുത്. ഈ വചനം ചിന്തിച്ചപ്പോൾ പരിശുദ്ധാത്മാവോട് പറഞ്ഞു, ഒരു പക്ഷെ നല്ല ഞങ്ങൾ തെറ്റ് പറയുകയില്ല, നല്ല തീരുമാനത്തോടാണ് 2025 ചുവട് വെച്ചത്. നല്ല പ്ലാനുകൾ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ഹിതത്തിനൊത്തവണ്ണം, ദൈവത്തിന്റെ ഉദ്ദേശത്തിനൊത്തവണ്ണം ഉയരുവാൻ കഴിയാതെ അവകാശങ്ങൾ ക്ഷീണിച്ചു പോയെങ്കിൽ പുതുവർഷം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുമ്പോൾ ദൈവത്തിന് വചനം പറയുകയാണ്, നീ ധാരാളം മഴ പെയ്യിക്കണമേ. ഞങ്ങളുടെ അവകാശത്തെ, ക്ഷീണിച്ചിരിക്കുന്ന അവകാശത്തെ തണുപ്പിക്കുന്ന ദൈവാത്മാവിന്റെ മഴ. അവസാന ദിവസം ഡിസംബർ 31 നീ നിൽക്കുമ്പോൾ നീ പറയണം, എന്റെ ദൈവം കഴിഞ്ഞ 12 സന്ദർശനം 12 വർഷം ഞാൻ എന്നെ കുറിച്ച് ദൈവം ചെയ്ത പ്ലാനുകൾ നിവർത്തീകരിക്കാൻ എന്റെ കരങ്ങൾക്ക് ദൈവം ബലം തന്നെന്ന് 2026 അവസാന ദിവസം നീ പറയണം. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ആരാധന ഒരു വിജയമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ആരാധന ഒരു ഭവനമാണ്. ജീവിച്ചിരിക്കുന്ന അവകാശത്തെ തണുപ്പിക്കുന്ന ദൈവം. യെസ്. ഒരു പക്ഷേ എന്തിനീ മുൻമഴ മാത്രമല്ല, ആകാതെ പിന്മഴയൂടെ പെയ്യുന്നത്. കടന്നു വരണമെന്ന് സമയമില്ല. ഒരു മുൻമഴ പെയ്തല്ലേ, പെന്തക്കോസ്ത് നാളിൽ 120 ശിഷ്യന്മാർ മറിയ ഉൾപ്പെടെയുള്ളവർ ഇരുന്നപ്പോൾ ഒരു മുൻമഴ പെയ്തു അല്ലേ? ഹല്ലേലൂയ. അക്ഷരികമായ ദൈവസാന്നിധ്യം കൊണ്ട് അവർ നിറഞ്ഞു. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. പരിശുദ്ധാത്മാവരുടെ മേൽ വന്നു. അഗ്നിജ്വാല പോലെ പിളർന്ന അവിടെ അവർക്ക് പ്രത്യക്ഷമായി അവരുടെ മേൽ പതിഞ്ഞു. ധൈര്യമുണ്ടായി. ഭയപ്പെട്ടിരുന്നവർ, അകത്ത് പമ്പിയിരുന്നവർ, യഹൂദന്മാരെ പേടിച്ചു ഭയപ്പെട്ടിരുന്നവർ പത്രോസ് ഉൾപ്പെടെയുള്ളവരോടുകൂടെ ഇറങ്ങിയിരുന്ന് പത്രോസിന്റെ നേതൃത്വത്തിൽ അവൻ പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ചവനെ. അവൻ പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ കല്ലറ ഇവിടെ ഉണ്ടല്ലോ. ദാവീദിന്റെ കല്ലറ നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷെ അവനെ പോലല്ല. ഇവൻ മരണത്തെ ജയിച്ചവനാണ്, മരണത്തിൽ നിന്നും ഉയർത്തവനാണ്. ഭയമില്ലാതെ യഹൂദന്മാരുടെ മുഖത്ത് നോക്കി സംസാരിച്ച പത്രോസും കൂട്ടരും. എന്നാൽ 3-ാം അധ്യായത്തിൽ ഒരു മുടന്തനായ മനുഷ്യൻ സൗഖ്യമാകുന്നുണ്ട്. വലിയ പ്രശ്നമുണ്ടാകുന്നു. പരീക്ഷന്മാരെ ഇളകുന്നു, മഹാപുരോഹിതന്മാർ ഇളകുന്നു. അപ്പോൾ നോക്കുക, അവരുടെ ചുള്ളിൽ ചെറിയൊരു ഭയം കയറി. അവർ വീണ്ടും കൂടിയിരുന്നു പ്രാർത്ഥിച്ചു. അവരുടെ അകത്ത് ഭയമുണ്ടായി. അവരുടെ അകത്ത് ഭയമുണ്ടായപ്പോൾ പറഞ്ഞു, കർത്താവേ, ഇവരുടെ ഭീഷണികളെ നോക്കണമേ. സൗഖ്യമാക്കുവാൻ അവന്റെ കരം നീട്ടുന്നതുകൊണ്ടും അവന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നതിനാൽ ഈ ജനം ഇണങ്ങിയിരിക്കുന്നു. ഇവരുടെ ഭീഷണിയെ നോക്കണമേ. മുൻമഴ പെയ്ച്ച ദൈവം രണ്ടാമതൊരു പിന്മഴ കൂടെ വീണ്ടും ആളുകൾ പെയ്തു. അവർ ഇരുന്നിരുന്ന സ്ഥലം കുലുങ്ങി. അവർ ഇരുന്നിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവർക്കും ധൈര്യം പ്രാപിച്ചത് വചനം അവർ ധൈര്യത്തോടുകൂടെ സംസാരിച്ചു. ഒരു പിന്മഴ ശിഷ്യന്മാർക്ക് വേണ്ടി രണ്ടാമത് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർമ്മ
ഹല്ലേലൂയ. സമയം പോയല്ലോ, ദിവസങ്ങളിലേക്കാട്ടെ. ദൈവം വെച്ചാൽ തുടർന്ന് ഭാഗം പിന്നീട് ചിന്തിക്കാം. ഹല്ലേലൂയ. ദൈവം മഴയെ അയക്കുന്ന ദൈവം. ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം മഴയെ അയക്കും. അവൻ ധാരാളം മഴ പെയ്യിക്കും. വിശ്വസിക്കാമോ? ഞാൻ ഈ വാക്യം എടുത്തപ്പോഴും ആ ഒരു പദം ഞാൻ അധികം സ്ട്രെസ് ചെയ്യുന്നില്ല, അധികം ചിന്തിച്ചില്ല. അവൻ ധാരാളം മഴ പെയ്യിക്കാൻ പോകുന്നു. വിശ്വസിക്കാമോ? 2026 പ്രവേശിക്കുന്ന ദൈവമല്ലേ, ധാരാളം മഴ കാണാൻ പോവുകയാണ്. അത് നിങ്ങളുടെ ഭൗതികമായ ജീവിതത്തിൽ ഒരു മഴ വെളിപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ. ഏലിയാവ് മഴയുടെ മുമ്പിൽ ഓടിയതൊക്കെ എനിക്ക് എടുക്കണമെന്നുണ്ട്. സമയം നമ്മുടെ മുമ്പിലില്ലല്ലോ. വലിയ മഴ പെയ്യുവാൻ പോവുകയാണ്. ഏലിയാവ് ആഹാബിനോട് പറഞ്ഞ ഭാഗം ഞാൻ ഇന്ന് പകൽ ചിന്തിച്ചായിരുന്നു. ഹല്ലേലൂയ. അവൻ ആഹാബിനോട് പറയുന്നൊരു ഭാഗമുണ്ട്, വലിയൊരു മഴയുടെ മുഴക്കം ഉണ്ട്. ഏലിയാവ് പറയാണ്, ഹല്ലേലൂയ, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയൊരു മഴയുടെ മുഴക്കം. ഈ മനുഷ്യൻ എങ്ങനെ മനസ്സിലായി ഒരു വലിയ മഴ വെളിപ്പെടാൻ പോകുന്നെന്ന്? ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ ചെവിയിൽ ദൈവം മന്ത്രിച്ച് കാണും. ഹല്ലേലൂയ. ഏലിയാവേ, നീ അവനോട് പറ, വലിയൊരു മുഴക്കം വെളിപ്പെടാൻ പോവുക. നീ അതുകൊണ്ട് മഴയുടെ മുഴക്കം വരുന്നവൻ, ഹല്ലേലൂയ, ആദ്യമേ ഭവനത്തിലേക്ക് ഓടിപ്പോകാനല്ല പറഞ്ഞത്. ഹല്ലേലൂയ. മഴയുടെ മുഴക്കം ചെവിയിൽ കേട്ടവനോട് ദൈവം പറഞ്ഞു, നീ കുന്നിന്റെ മുകളിലേക്ക് കയറ്, പ്രൈസ് ദി ലോർഡ്, പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. പട്ടണത്തെ പിടിച്ചു കുലുക്കുന്ന ഒരു വലിയ മഴ വെളിപ്പെടാൻ പോകുന്നു. ദേശത്തെ സ്പർശിക്കുന്ന ഒരു ഉണർവ് സംഭവിക്കാൻ പോകുന്നു. ആഹാബിനെ ഭയപ്പെടുത്തുന്ന ഒരു മഴ വെളിപ്പെടാൻ പോകുക. വിശ്വസിക്കാമോ? എന്റെ കുടുംബത്തിനകത്തത് പെയ്യുമെന്ന് വിശ്വസിച്ചാട്ടെ. എന്റെ ജോലി മേഖലയിൽ അത് പെയ്യുമെന്ന് വിശ്വസിച്ചാട്ടെ. എന്റെ തലമുറകളുടെ മേൽ അത് പെയ്യുമെന്ന് വിശ്വസിച്ചാട്ടെ. എന്റെ സഭയിൽ ആ പിന്മഴ വെളിപ്പെടുമെന്ന് വിശ്വസിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് പെയ്യിക്കുന്ന ധാരാളമായ മഴ. പ്രൈസ് ഗോഡ്. നമ്മുടെ പാട്ടൊന്ന് മാറ്റണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് ആ പാട്ട് തന്നെ പാടാം. ഹല്ലേലൂയ. ചലിക്കുന്ന എല്ലാ